ലീഗ് കൊണ്ട് അങ്ങനെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായൊരു നേട്ടമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളൊക്കെ സമസ്ത ഉണ്ടാക്കിയതാണല്ലോ. അതുപോലെ MES പോലുള്ള സംഘടനകൾ ഉണ്ടാക്കിയതാണല്ലോ. ലീഗ് ഭരിച്ചതുകൊണ്ട് എന്താ പ്രത്യേകിച്ചുണ്ടായിരുന്നു? പക്ഷേ ഒരു തുടങ്ങിയ കാലത്ത്, ആദ്യകാലത്തൊക്കെ ഒരു സാമുദായിക പാർട്ടി എന്ന നിലക്ക് ലീഗ് നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ലീഗാണ് എന്നുള്ളൊരു ധാരണ പൊതുവെ പരന്നുപോയത്. മതസംഘടനകൾക്ക് ഈ രാഷ്ട്രീയ സ്ഥാനങ്ങളുടെ അടിമയാവേണ്ടതില്ല എന്നൊരു ഡിക്ലറേഷനാണല്ലോ 89 ഈ പിളർന്നുണ്ടായത്. അപ്പൊ അതിനുശേഷം സ്വന്തമായ അസ്തിത്വം ഉണ്ടായിരുന്നത്. അപ്പോൾ മറുവിഭാഗത്തിൽ ലീഗിനെ ആശ്രയിച്ചിട്ടാണോ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ, അപ്പോൾ അത് പറയുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, റിസർവേഷൻ ഉണ്ടാവും, എങ്കിലും EK സമസ്തയുടെ ഇപ്പോൾ കാണുന്ന ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് കാരണം ഈ രാഷ്ട്രീയ വിധേയത്വമാണോ, എന്താണ് അതിന് കാരണം? അത് കൂടുതൽ പഠിക്കേണ്ടതാണ് ആവശ്യം. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഒരു നേരത്തെ കൊടുത്തതുപോലുള്ളൊരു ഇമ്പോർട്ടൻസ് EK സമസ്തക്ക് കൊടുക്കാത്തതാണോ, അല്ലെങ്കിൽ EK സമസ്ത ഒന്നുകൂടെ സ്വതന്ത്രമായി നിലപാടുകൾ എടുക്കാൻ തുടങ്ങിയതാണോ എന്നുള്ളൊരു കാര്യമാണ് അതിൽ പരിശോധിക്കേണ്ടത്. എന്തായിരുന്നാലും മതസംഘടനകൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സ്വന്തം വാലാകുന്ന രീതി നല്ലതല്ല. പലരും ചർച്ചയിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് 89 കാന്തപുരം എടുത്ത നിലപാടായിരുന്നു ശരി എന്ന് ഈ കാലഘട്ടം തെളിയിക്കുന്നു എന്നൊക്കെയാണ്. അതിന് സോഷ്യൽ മീഡിയക്കാരല്ലാത്ത മീഡിയക്കാരും അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയട്ടെ. ഞാനപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതിന്റെ ഒരു തുടർ ചോദ്യമാണ്. ഇപ്പൊ നമ്മളിപ്പോ മലബാറിന് പുറത്തുള്ളവർക്ക് സമസ്ത എന്നൊരു വാക്കൊക്കെ നമ്മൾ വളരെ അടുത്താണ് കേട്ടു തുടങ്ങിയത്, ചർച്ചകളിൽ വന്നു തുടങ്ങിയത്. അതും ഇപ്പൊ പ്രശാന്തേട്ടൻ പറഞ്ഞ പോലെ സമസ്തയ്ക്ക് സ്വന്തമായ ഒരു വ്യക്തിത്വം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നതും വളരെ അടുത്ത കാലത്താണ്. ശരിയാണ്. അപ്പൊ അങ്ങനെ ഒരു സ്വന്തം വ്യക്തിത്വത്തോടു കൂടി മുന്നോട്ട് പോകേണ്ട ഒരു സംഘടന തന്നെയല്ലേ സമസ്ത? തീർച്ചയായും സമസ്ത സ്വന്തമായി തന്നെ നിൽക്കേണ്ടത്. കാരണം അത് പണ്ഡിതന്മാരാണ്. മതത്തിൻ്റെ ആധികാരികമായ ശബ്ദം പണ്ഡിതന്മാരുടേതാണ്. അതവർ തന്നെയാണ് പറയേണ്ടത്. അതിൻ്റെ കീഴിലാണ് മറ്റെല്ലാ സംഘടനകളും വരുന്നത്. ഇനി മുസ്ലിം ലീഗും സമസ്തയും ഒന്നാണെന്നുള്ളൊരു രീതിയിൽ പ്രവർത്തനവും ചിന്താഗതിയും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം എന്തായിരുന്നു? ഇല്ല, അത് പഴയ കാലത്ത് മുസ്ലിം ലീഗിൽ കൂടുതലും സുന്നികൾ ഉണ്ടായിരുന്നത് കൊണ്ടും ഈ സമസ്തയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവർ മാത്രമായതുകൊണ്ടോ ഒക്കെ അങ്ങനെ വളർന്നു വന്നൊരു കാര്യമായിരിക്കാം. അധ്യക്ഷ സ്ഥാനത്തൊക്കെ സുന്നികൾ തന്നെയാണല്ലോ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് ലീഗിൽ. അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ ആദ്യകാലത്ത് ഉണ്ടായിട്ടുണ്ട്, സുന്നി അല്ലാത്തവരുണ്ടായിട്ടുണ്ട്. മുസ്ലിം ലീഗില് നേതൃത്വത്തിലോ അണികളിലൊക്കെ ഈ വഹാബി സ്വാധീനം എത്രത്തോളം ഉണ്ട്, അതാണൊരു ഘടകം എന്ന് പറയുന്നത് ശരിയാണോ? വഹാബികൾ പണ്ടേ രാഷ്ട്രീയത്തിൻ്റെ ആളുകളാണ്. അപ്പോൾ ഏത് നാട്ടിലും അവർ രാഷ്ട്രീയത്തിൽ കയറി കൂടാൻ വേണ്ടി നന്നായി ശ്രമിക്കും. സൗദി അറേബ്യയിലും അത് തന്നെയാണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ചെറിയ സ്ഥലങ്ങളിലാണെങ്കിൽ പോലും സുന്നി സമൂഹം പൊതുവെ പഴയ കാലത്ത് അത്തരം വിഷയങ്ങളിലേക്കൊന്നും തീരെ കടന്നു വരില്ല. അവരവരുടെ മതവും ദീനും കൃഷിയും അതുമായി മാത്രം നിൽക്കുമായിരുന്നു. എന്നാൽ രാഷ്ട്രീയത്തിൽ നല്ല ഇൻവോൾവ്മെൻറ്റ് ഇൻ്റർഫിയറൻസും നടത്താൻ തുടങ്ങി സുന്നി സംഘടനകൾ. കക്ഷി രാഷ്ട്രീയമില്ല, രാഷ്ട്രീയമുണ്ട് എന്ന അവസ്ഥയിലേക്ക് വന്നു. അതിനതിൻ്റേതായ നേട്ടവും ഉണ്ടായിട്ടുണ്ട്, സമൂഹത്തിനുണ്ടായിട്ടുണ്ട്. EK സമസ്തയെ നമ്മൾ ലീഗുമായിട്ട് നമ്മളെന്നും ചേർത്ത് പറയുമ്പോൾ AP സമസ്തയെ ഒരു പരിധി വരെ ചിലരൊക്കെ അരിവാൾ സുന്നികളെന്ന് വരെ പറയുന്ന അവസ്ഥകൾ പലതും പറയാറുണ്ട്. കോൺഗ്രസ് സുന്നികളെന്നും പറയാറുണ്ട്, ചില സമയത്ത് BJP ആയിട്ട് അതും പറയാറുണ്ട്. അപ്പൊ നമുക്ക് അപ്പൊ മനസ്സിലായി, ഒന്നിനോടും ചേർക്കണ്ട എന്നുള്ള മനസ്സിലായല്ലോ. അതെ, ആഭിമുഖ്യം ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനുണ്ടെങ്കിലും മാറ്റി പറയൂലത്. ഇതിങ്ങനെ ഓരോ സമയത്ത് മാറ്റി മാറ്റി പറയുന്നത് തന്നെ ഇവർക്ക് അങ്ങനെ പ്രത്യേക ആരോടും ഇല്ല എന്നതിൻ്റെ ഒരു അടയാളമാണത്. പക്ഷേ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ ഉള്ളത് നല്ലതല്ലേ? റെപ്രസെന്റേഷൻ ഉണ്ട്,
കൊടുക്കുന്നു എന്നതിന് അപ്പുറം അത് പിന്തുണ കിട്ടുന്നവർക്കറിയാം ഞങ്ങൾക്ക് പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്ന് ഓരോ സമയത്ത്. അല്ല, അങ്ങനെ സീക്രട്ട് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണോ ഈ രാഷ്ട്രീയ പിന്തുണ? അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകരിലൊക്കെ ഈ കക്ഷി രാഷ്ട്രീയമായ താല്പര്യങ്ങളും സ്ഥാനമോഹങ്ങളൊക്കെ വർദ്ധിക്കുകയും അവരുടെ മനസ്സ് ശുദ്ധിയില്ലാതാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അങ്ങനെയുള്ള സ്ഥാനം കിട്ടാനോ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളോ ഒന്നുമില്ല. നമ്മൾ പരിമിതമായ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സമീപിക്കുന്നു, പൊതുവായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പിന്തുണയ്ക്കുന്നു എന്നതിലൊതുങ്ങി നിൽക്കും. അപ്പൊ ഈ തീരുമാനങ്ങളൊക്കെ താഴെ തട്ടിലേക്ക് എങ്ങനെ എത്തിക്കാൻ കഴിയും? ഇല്ലെങ്കിൽ നല്ല നെറ്റ്വർക്ക്, സംഘടനാ നെറ്റ്വർക്ക് അതല്ലേ. ഇപ്പോൾ SYSന് 2 ലക്ഷം മെമ്പേഴ്സുണ്ട്. അപ്പോൾ SYS ഇന്നൊരു തീരുമാനം എടുത്താൽ ഇപ്പോഴത്തെ കാലത്ത് 10 മിനിറ്റ് കൊണ്ട് എത്തും. പഴയ കാലത്താണ് 3 ദിവസം കൊണ്ട് യൂണിറ്റിലെത്തും. അത് വരും. വ്യക്തമായ രാഷ്ട്രീയത്തിൽ തന്നെ നമ്മൾ 49,000 ഓഫീസ് ബെയറേഴ്സിൻ്റെ SYSന് മാത്രം. അപ്പോൾ അവരാഴ്ചയിൽ മീറ്റിംഗ് ചേരുന്നുണ്ട്. ആഴ്ചയിലും 2-3 മണിക്കൂർ ഓരോരുത്തരും ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം ഹ്യൂമൻ റിസോഴ്സ് ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി SYS ചിലവഴിക്കുന്നുണ്ടാവണം. ഈ 49,000 SYS പ്രവർത്തകർക്കും ഒരേ രാഷ്ട്രീയമായിരിക്കുമോ? SYSൻ്റെ ഓഫീസ് ബെയറേഴ്സാണ് 49,000 എന്ന് പറഞ്ഞത്. അവർക്കാർക്കും കക്ഷി രാഷ്ട്രീയം ഇല്ല. അവരെല്ലാം രാഷ്ട്രീയമുള്ളവരാണ്. അവർക്ക് SYSൻ്റെ രാഷ്ട്രീയമാണ്. ഇപ്പോൾ SYSൻ്റെ രാഷ്ട്രീയം എന്താണ്? ഈ രാജ്യത്തിൻ്റെ വികസനമാണ്. അതൊരു ബ്രോഡർ, അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയമല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് നാടിൻ്റെ വികസനമാണ്. അതിനുവേണ്ടിയുള്ള ചർച്ചകളും അതിനുവേണ്ടിയുള്ള പരിശീലനങ്ങളും സർക്കാരിൻ്റെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ സപ്പോർട്ടും അതാണല്ലോ രാഷ്ട്രീയം എന്ന് പറഞ്ഞത്. മുസ്ലിം സമുദായത്തിന് കേരളത്തിൽ പൊതുവെ രാഷ്ട്രീയത്തിൽ നിന്നും ഭരണകൂടത്തിൽ നിന്നും പ്രത്യേകമായ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിവിടെ ബജറ്റ് ഇല്ലാത്തതും ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല. ബജറ്റിൻ്റെ കുറവാണോന്നും അറിയില്ല. കർണാടകയിലൊക്കെ കർണാടക മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ വഖഫ് ബോർഡ് ഒക്കെ യഥേഷ്ടം ഫണ്ടുകൾ അനുവദിക്കുകയും ധാരാളമായ വികസനങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഇനി ഏത് ഗവൺമെൻറ് ആയാലും അങ്ങനെ പ്രത്യേകിച്ചൊന്നും മുസ്ലിങ്ങൾക്ക് കിട്ടുന്നില്ല. ഗവൺമെൻറ് ലീഗ് ഭരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണോ? ലീഗ് ഭരിക്കുന്നത് കൊണ്ടാണ് കിട്ടാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആന്ധ്രാപ്രദേശിൽ 11% മുസ്ലിങ്ങളുള്ള സ്ഥലത്ത് ഗവൺമെൻറ് ജോബിൽ 10% മുസ്ലിങ്ങളുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. കേരളത്തിൽ 30% മുസ്ലിങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പകുതിയും ഇല്ല. നമ്മൾ ഇപ്പോൾ ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ലീഗിനെ പൊതുവെ കണ്ടുവരുന്നത്. അത് അങ്ങനെ തന്നെയാണോ? അങ്ങനെയല്ല, അതൊരു ധാരണ മാത്രമാണ്. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളെല്ലാം മുസ്ലിം ലീഗുകാരല്ല. മുസ്ലിങ്ങൾ മുസ്ലിം ലീഗിലുണ്ട്, കോൺഗ്രസ്സിലുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്, ഈവൻ BJPയിലടക്കം മുസ്ലിങ്ങളുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ചിഹ്നമായ കോണിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ സ്വർഗത്തിൽ പോവില്ല എന്നൊക്കെ ഉള്ളൊരു ഓരോ പ്രഭാഷകന്മാരുടെ ഓരോ ആശയങ്ങളാണ്. അതൊന്നും ഒരു ഔദ്യോഗിക വാക്കുകളായിട്ട് എടുക്കാൻ പറ്റില്ല. ആ ഒരു ചിന്താഗതിയിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടോ മുസ്ലിം സമുദായം? ലീഗിന് വോട്ട് ചെയ്തില്ലെങ്കിൽ സ്വർഗത്തിൽ പോവില്ല എന്നൊക്കെ ഉള്ളത് ആ ചിന്തയിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടില്ല. നേരത്തെ ഇല്ല. അത് ഏതോ ഒരു പ്രഭാഷകൻ പറഞ്ഞൊരു കാര്യം മാത്രമാണ്. അതാരും അംഗീകരിക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ ഒരു പൊതു ആശയമായി എടുക്കേണ്ടത് സമസ്ത പറയുന്നതാണ്. അല്ലെങ്കിൽ അതുപോലെ മുജാഹിദോ ജമാഅത്ത് അവരുടെ സംഘടന പറഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു പൊതു ആശയമായിട്ട് എടുക്കാൻ മതി. ഒറ്റപ്പെട്ട പ്രഭാഷകന്മാർ പ്രത്യേകിച്ചും ഈ ഐഡൻറ്റിറ്റി ഇല്ലാത്ത, തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ പൊതുസമൂഹത്തിന് നന്നായി അനുഭവിക്കുന്നുണ്ട്. കാരണം ഒരു തലപ്പാവുധാരിയായ ഒരാൾ, ഇപ്പം ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് മൊത്തം മുസ്ലിം സമുദായം ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. ഞാൻ ഒരു സംഘടനയുടെ ഔദ്യോഗിക ആൾ എന്ന നിലക്ക് ഞാൻ പറയുന്നതിനൊരു ഉത്തരവാദിത്വം ഉണ്ട്. അതൊരു സത്യമാണ്. അതേസമയത്ത് ആര് പറഞ്ഞാലും, ഏത് മുസ്ലിയാരെന്ന് പോലും ഞാൻ പറയുന്നില്ല. കാരണം ഈ ഒരു വേഷം ധരിച്ച ആർക്കും എന്തും പറയാം. അതൊക്കെ മുസ്ലിം പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആശയമാണ് എന്ന് മനസ്സിലാക്കപ്പെടുന്ന ഒരു രീതിയുണ്ട്. അത് തിരുത്തപ്പെടണം. അതിന് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഇതുപോലെ ഒരുപാട് തലപ്പാവ് ധരിച്ച ഒരുപാട് പേര് പലതും പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. തലപ്പാവ് ധരിച്ചവർ പറയുന്നതോ കുരിശ് ധരിച്ചവർ പറയുന്നതോ പൊട്ടുതൊട്ടവർ പറയുന്നതോ ഒന്നും ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ആശയത്തിൻ്റെയോ
അവരുടെ ഒരു റെപ്രസെൻറ്റേഷനായിട്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഇത് ഇപ്പോൾ ഒരു വിധവയായ ഒരു മുസ്ലിം സ്ത്രീ ഷിംലയിൽ പോയിട്ട് മഞ്ഞിൽ ഇരിക്കുമ്പോൾ അവരൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടിരുന്നു. അതെ, അങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഒരാളിട്ടു, വേറൊരാളൊരു പ്രഭാഷണം ചെയ്തു, അങ്ങനെ എന്തെല്ലാം വിഷയങ്ങളുണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽസിൻ്റെ ഏതെങ്കിലും വാക്കിലുള്ള ഒരു പീസിനെ എടുത്ത് പറയുന്നതിന് പകരം നമ്മളൊരു ആശയത്തെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. ആശയം ഇസ്ലാം എന്ത് പറയുന്നു, ഇനി അല്ലെങ്കിൽ ഇസ്ലാമിൽ സുന്നികളെന്ത് പറയുന്നു, മറ്റവരെന്ത് പറയുന്നു എന്ന് ചർച്ച ചെയ്യല്ലാതെ ഇന്ന വ്യക്തി ഇന്നത് പറഞ്ഞല്ലോ എന്ന് പറയുന്ന ആ ഒരു ചർച്ച തന്നെ ഒരു ശരിയായ രീതിയായിട്ട് മനസ്സിലാക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ ഒരു സ്ത്രീ അങ്ങനെ യാത്ര ചെയ്യുന്നതും പോകുന്നതും ഒന്നും ഇസ്ലാമിൽ അങ്ങനെ ഒരു വിലക്കില്ല. അങ്ങനെ അല്ല, അതാണ് ചോദിക്കേണ്ടത്. ഇസ്ലാമിൽ ഈ വിഷയത്തെക്കുറിച്ച് എന്താണെന്നാണ് ചോദിക്കേണ്ടത്. അല്ലാതെ ഇന്നയാൾ ഇന്നത് പറഞ്ഞല്ലോ എന്ന് ചോദിക്കുന്ന രീതിക്ക് മാറ്റം വരണം. ഇസ്ലാമിൽ യാത്ര ചെയ്യുന്നതിന് വിലക്കില്ല. ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് എന്ന് ഇസ്ലാം മാത്രമല്ലല്ലോ, അമ്മ പറഞ്ഞിട്ടില്ലേ സിനിമാ നടികൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുതെന്ന്. കാരണം അത് അപകടം. സെക്യൂരിറ്റി സിസ്റ്റം അത് വെച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ പോളിസി ഉണ്ടാകും. ഇസ്ലാമിൽ അങ്ങനെ ഒരു പോളിസി ഉണ്ട്. പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് അത് സുരക്ഷിതമല്ല. അതുകൊണ്ട് അവളുടെ കൂടെ സപ്പോർട്ടിന് ആളുണ്ടാകണം. അത് ഭർത്താവുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്.